വസല്ലമ തങ്ങൾ ഇൽമിൻ്റെ അഹ്ലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ 6 തവണ ഒരു ദിവസം പല്ല് തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യൻ 2 നേരം എന്തായാലും തേക്കണം. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വായക്ക് വാസനയുള്ളവർ കൂടുതലാണ്. ഉള്ള കാര്യം നമ്മൾ മറച്ചിട്ടൊരു കാര്യമില്ല. വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്ന പരിഹാരം. സിവാക്ക് ചെയ്യണം. സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല, പല്ലും തേക്കണം, മോണയും തേക്കണം, നാവും തേക്കണം. അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത്. പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിനും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല, ഊന് തേക്കണം, നാവും തേക്കണം. ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന 200-ൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും. നമ്മളെ നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാന്ന് വാദിച്ചിട്ട് കാര്യമില്ല. നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. പിന്നെ നാവുമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം? ആമാശയത്തിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, മലാശയത്തിൽ നിന്ന്, മൂത്രാശയത്തിൽ നിന്ന്, ശുക്ലാശയത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇൻറ്റേണൽ ഓർഗൻസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ്. അതുകൊണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ. വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം പല്ലല്ല, വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം നാവാണ്. നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും. പല്ല് ക്ലിയറാക്കിയിട്ട് കാര്യമില്ല. അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ്. അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത്. അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിൻ്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം. എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം. കുടുംബജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണക്കാർ 2 നേരം നിർബന്ധമായും തേക്കണം. മുത്തഅല്ലിമീങ്ങൾ 6 തവണ തേക്കണം. 5 നിസ്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കും. പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും. മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുമ്പോൾ നിർബന്ധമായും ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മുഖം, കയ്യിൻ്റെ ഉൾഭാഗം, കാലിൻ്റെ ഉൾഭാഗം, വെളുത്ത ഭാഗം. അതിൽക്കൂടെ കയ്യൊന്ന് രേശം കണ്ട് നീട്ടിക്കഴുകി തല ഒന്ന് തടയും ചെയ്താലും ഒതുവായി. അത്രയേ ഉള്ളൂ സംഗതി. ഉദാക്കുക. പക്ഷെ 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക. കയ്യും കാലും സോപ്പിട്ട് കഴുകുക. കൈ കഴുകണത് മുട്ട് വരെ കഴുകുക. നീയത്ത് മറക്കാതിരിക്കുക. തലമ്മൊന്ന് തോണ്ടുക. സംഗതി ഒതുവായി. ഇത് വളരെ പ്രധാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിരിപ്പ് നന്നായി വിരിക്കണം. ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വിരിപ്പ് മനോഹരമായി വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം.
വിരിപ്പിൽ വരുന്ന മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം. നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് 3 പ്രാവശ്യം കൊടയണം, അതിനുശേഷം വിരിക്കണം. ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പ്രായമായ ആൾക്കാർക്കും പറ്റും. കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പെടുത്ത് 3 തവണ കൊടയുക, എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക. എന്നിട്ട് കട്ടിലുമ ചെന്നിരിക്കണം. തോനൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. കയ്യിൽ ഊതുക. തല മുതൽ കാല് വരെ ഒന്നിച്ചൊന്ന് തടവുക. ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരു പ്രാവശ്യം കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന ദിക്ർ അറിയണോരത് ചെല്ലുക, അല്ലാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുക. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സുഖമായി ഉറങ്ങുക. എന്താ എത്ര ഉറങ്ങിയിട്ട് നമുക്ക് പൂതിരാത്തത്? ഉറക്കത്തിൻ്റെ നിയമം പാലിക്കാത്തതുകൊണ്ടാണ്. നിയമം പാലിക്കാതെ ഏത് കാര്യം ചെയ്താലും മനസ്സിന് റാഹത്ത് കിട്ടൂല. വണ്ടി ഇങ്ങനെ പോകേണ്ടതിന് പകരം പോലീസുകാരൊക്കെ നോക്കുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ പോയാൽ എന്തായാലും മനസ്സിന് റാഹത്തുണ്ടാവില്ല. നിയമം പാലിച്ചില്ലെങ്കിൽ മനസ്സിന് റാഹത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായും ഉറങ്ങുമ്പോൾ ഈ കാര്യം സൂക്ഷിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് മടക്കുക. പഴയമാതിരി വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് തലയുടെ മേലെങ്ങനെ ഉഷാറായിട്ട് വെച്ചാൽ ആ ഹോസ്റ്റലിലേക്ക് ആര് കയറി വന്നാലും ആരവിടുത്തെ മാനേജറും ചോദിക്കും. വിരിപ്പ് വൃത്തിയായി വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ ഏറ്റവും വൃത്തിയുള്ള ഹോസ്റ്റലായി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിനെ മാറ്റാം. അത് മാത്രം ചെയ്താൽ മതി. ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം. അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത ഉള്ളവരാണ്, ആരും സൂക്ഷിക്കാത്തവരല്ല. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മുത്തഖിയായിരിക്കണമെന്നാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പഠിക്കണം, നല്ലോണം പഠിക്കണം, നന്നായി പഠിക്കണം. ഉള്ളതനുസരിച്ച് അമൽ ചെയ്താൽ കൂടുതലായി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. വിവരം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം, അതിന് കസ്ബിയായ ഇൽമ് എന്നാണ് പറയുക. രണ്ടാമത്തൊന്നുണ്ട് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ഓശാരമായി ലഭിക്കുന്ന വിജ്ഞാനത്തിനാണ് വഹബിയായ ഇൽമ് എന്ന് പറയാം. കസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തുനിന്നും നിങ്ങളെല്ലാവരും വന്നു, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, സയ്യിദന്മാർ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇതിനാണ് കസ്ബിയായ ഇൽമ് എന്ന് പറയുന്നത്. വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അധ്വാനമില്ലാതെ ലഭിക്കുന്നു. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, വഹബിയായ ഇൽമ് തെറ്റൂല. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം തെറ്റും. എന്താ കാരണം? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റി, എന്നാൽ പഠിച്ചവൻ എന്തായാലും തെറ്റും, ഉറപ്പാണ്. വഹബിയായ ഇൽമ് തെറ്റൂല. എന്തുകൊണ്ട്? അതിൽ പഠിപ്പിക്കുന്ന ആളുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് തെറ്റാത്തതിൻ്റെ കാരണം. വഹബിയായ ഇൽമാർക്കാ കിട്ടുക? ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾക്കാണ് വഹബിയായ വിജ്ഞാനമെന്ന് പറയുന്നത്. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാവണം. നാഫിയായ ഇൽമ്, ലാറായ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമ് 2 എണ്ണമില്ല, ആളാണ് 2 എണ്ണം. നാഫിയായ ഇൽമാണ് ചിലത് എന്ന് പറയും, ചിലത് ലാറായ ഇൽമാണ് എന്ന് പറയും. അങ്ങനെ 2 എണ്ണമില്ല. നാഫിയായ മനുഷ്യനും ലാറായ മനുഷ്യനാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഏത് പഠിച്ചാലും കുഴപ്പം തന്നെയാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഖുർആൻ പഠിച്ചു, അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ പഠിച്ചു, എന്നാലും കുഴപ്പം തന്നെ ഉണ്ടാവുക.
ഉപകാരപ്രദമായ മനുഷ്യൻ എന്ത്